നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ 2 വസതികളിലും ED റെയ്ഡ് നടത്തുകയും പിണറായിയുടെ മകൾ വീണ വിജയനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയും രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്ത കേസിന്റെ ഭാവി എന്താകും എന്ന് പലരും ചോദിക്കുന്നുണ്ട്. വീണ ജയിലിലാകുമോ എന്നറിയാൻ ആളുകൾ കൗതുകത്തോടെ കാത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ സുപ്രധാനമായ മറ്റൊരു ചോദ്യം കൂടി ഉയരുന്നു. പിണറായി വിജയനെ പോലെ കരുത്തനായ ഒരു നേതാവിന്റെ വസതിയിൽ അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന CPM പ്രവർത്തകർ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാതെ എന്തുകൊണ്ടാണ് സുരക്ഷ ഒരുക്കാൻ ഈ പോലീസ് സന്നാഹം വൈകിപ്പോയതെന്ന് നമ്മൾ കണ്ടെത്തിയ ഒരു തിയറി ഇപ്പോഴത്തേത് സതീശൻ്റെ പോലീസല്ല, പിണറായിയുടെ പോലീസാണെന്നാണ്. എന്നാൽ മറ്റൊരു കാരണം കൂടി ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. മാസപ്പടി കേസാണ് അന്വേഷിക്കുന്നത്. പിണറായിയുടെ മകൾ നിയമപരമായി മാസപ്പടി വാങ്ങിയതിൻ്റെ പേരിലാണ് ഈ കോലാഹലമൊക്കെ. എന്നാൽ നിയമവിരുദ്ധമായി മാസപ്പടി വാങ്ങിയ ഒരുപാട് പേരുണ്ട്. ശശിധരൻ കർത്ത എന്ന കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന CMRL കമ്പനി ഉടമ കമ്പനി അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ചുകൊണ്ട് 100 കണക്കിന് പേർക്ക് മാസപ്പടി കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് വീണ വിജയൻ. വീണ വിജയന്റെ അച്ഛൻ പിണറായി വിജയൻ അടക്കം സകല നേതാക്കൾക്കും കൈക്കൂലി കൊടുത്തിരിക്കുന്നു. അവർ മാത്രമല്ല, നിരവധി MLA മാർ, ഒട്ടുമിക്ക സമുദായ സംഘടനാ നേതാക്കൾ, മത സംഘടനകൾ ഒക്കെ മാസപ്പടി കൈപ്പറ്റിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. SFIO കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ സൂചിപ്പിച്ച കുറച്ചു പേരുടെ പേര് മാത്രമാണ് നമ്മൾ അറിഞ്ഞത്. ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് വിധിച്ചപ്പോൾ അതിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് പിണറായിയുടെ മകളുടെ ഇടപാടാണ്. അതിനോടൊപ്പം PV, RC, OC, KK, PK എന്നൊക്കെ കുറച്ചധികം പേരുടെ പേര് പറയുകയും അതൊക്കെ ഇവരൊക്കെ ആവാം എന്ന തരത്തിൽ ചർച്ച ഉണ്ടാവുകയും ചെയ്തു. പിണറായി വിജയൻ താനല്ല PV എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു. രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ പാർട്ടിക്ക് വേണ്ടി ഫണ്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അതിനപ്പുറത്തേക്ക് ചർച്ച പോയില്ല. എന്നാൽ മാസപ്പടി കേസ് മുമ്പോട്ട് പോയാൽ ഇങ്ങനെ ഇനിഷ്യലിലൂടെ അടയാളപ്പെടുത്തപ്പെട്ടവരൊക്കെ അന്വേഷണ പരിധിയിലേക്ക് വരും എന്നതുകൊണ്ടാണ് വേണ്ടത്ര ജാഗ്രത UDF സർക്കാർ കാണിക്കാതിരുന്നത് എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കാരണം ഈ മന്ത്രിസഭയെ കൂടി ചോദ്യം ചെയ്യേണ്ടി വരും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നടത്തുന്ന നീക്കം അങ്ങനെയാണ്. മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയെയും അടക്കം ഒട്ടുമിക്ക പാർട്ടിയിലെ നേതാക്കളെ ചോദ്യം ചെയ്യും എന്നാണ് സൂചന. തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മറുനാടൻ ഞെട്ടിക്കുന്നൊരു വാർത്ത പുറം ലോകത്തെത്തിച്ചിരുന്നു. 2019 ഇൻകം ടാക്സ് പിടിച്ചെടുത്ത ശശിധരൻ കർത്തയുടെ മാസപ്പടി ബുക്കിൽ ഏതാണ്ട് 700 പേജുള്ള ഡയറിയാണ്. അതിലെ 26 പേജുകൾ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഞങ്ങൾ ഈ രേഖ പുറത്തുവിടുന്നത് വരെ നമുക്കറിയാവുന്നത് വളരെ കുറച്ച് പേരുകൾ മാത്രമായിരുന്നെങ്കിൽ 26 പേജിലൂടെ നമ്മുടെ നാട്ടിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ രാഷ്ട്രീയക്കാരും മത സമുദായ നേതാക്കളും കർത്തയുടെ മാസപ്പടി കൈപ്പറ്റി എന്ന് നമുക്ക് ബോധ്യമായി. കൗതുകമുണർത്തുന്ന കാര്യം, മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെ കുറഞ്ഞത് 3 മന്ത്രിമാരുടെ പേരെങ്കിലും ഈ ലിസ്റ്റിലുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ പണം കൈപ്പറ്റിയവരുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ആ പേരിലെ ചില പേരുകൾ നോക്കൂ. ഒരു ഷീറ്റ് മാത്രം നോക്കുക. ഇങ്ങനെയാണ്: കുഞ്ഞാലിക്കുട്ടി 20 ലക്ഷം രൂപ, ഇബ്രാഹിം കുഞ്ഞ് 15 ലക്ഷം രൂപ, തങ്ങൾ 10 ലക്ഷം രൂപ, ചെന്നിത്തല 10 ലക്ഷം രൂപ, VD സതീശൻ 5 ലക്ഷം രൂപ, ഹൈബി ഈഡൻ 2 ലക്ഷം രൂപ, ബെന്നി 3 ലക്ഷം രൂപ, MP വീരേന്ദ്രകുമാർ 10 ലക്ഷം രൂപ, ഉമ്മൻചാണ്ടി 10 ലക്ഷം രൂപ, K മുരളീധരൻ 2 ലക്ഷം രൂപ, KB ഗണേഷ് കുമാർ 2 ലക്ഷം രൂപ, പാലോട് രവി 1 ലക്ഷം രൂപ, TN ജേക്കബ് 1 ലക്ഷം രൂപ. ഇങ്ങനെ പോവുകയാണ് ഈ ലിസ്റ്റ്. വളരെ റിസ്ക് എടുത്തായിരുന്നു മറുനാടൻ ആ വാർത്ത പുറത്തുവിട്ടത്. യൂട്യൂബിൽ മാത്രം അത് ഏതാണ്ട് 20 ലക്ഷം പേർ കണ്ടു. ഫേസ്ബുക്കിൽ അതിലധികം പേർ കണ്ടു. ലക്ഷക്കണക്കിന് പേർ വാട്സാപ്പിലൂടെ ഇത് പ്രചരിപ്പിച്ചു. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ ഘടകങ്ങളിൽ ഒന്നായി മാറിയത് മറുനാടൻ പുറത്തുവിട്ട മാസപ്പടി ഡയറി ആയിരുന്നു. അതിൽ പറയുന്ന പേരുകൾ ഇപ്പോൾ പ്രസക്തമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് വീണ്ടും ചർച്ചയാകുമ്പോൾ ഓർക്കണം, 700 പേജുള്ള ഒരു ഡയറിയിലെ 26 പേജ് മാത്രമാണ് ഞങ്ങൾ പുറത്തുവിട്ടത്. ഇതിൽ പരാമർശിക്കപ്പെട്ടു പോയ PK കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും മാത്രമല്ല, ഉമ്മൻചാണ്ടിയും ഇബ്രാഹിം കുഞ്ഞും VS അച്യുതാനന്ദന്റെ മകനും പ്രകാശ് കാരേട്ടും K സുരേന്ദ്രനും V മുരളീധരനും ഹിന്ദു ഐക്യവേദിയും RSSും CPM-ഉം UDF-ഉം LDF-ഉം കോൺഗ്രസും KPMS-ന്റെ പുന്നല ശ്രീകുമാറും ഒക്കെയുണ്ട്. നിയമവിരുദ്ധമായി കരിമണൽ വാരിയോ അല്ലെങ്കിൽ കൈവശപ്പെടുത്തിയോ അവ എക്സ്ട്രാക്ട് ചെയ്ത് സിന്തറ്റിക് റൂട്ടൈൽ എന്ന് തിരിക്കുന്ന കമ്പനിയാണ് കർത്തയുടേത്. ഈ പ്രക്രിയയിൽ ഉത്പാദിപ്പിക്കുന്ന ഗൗരവമായ വിഷമാലിന്യങ്ങൾ പമ്പ നദിയിൽ ഒഴുക്കുന്നതിന് വേണ്ടി പമ്പ ശുദ്ധീകരണം എന്ന പേരിൽ
മലിനീകരണ നിയന്ത്രണ ബോർഡുമായി ചേർന്ന് ഒരു പദ്ധതി പോലും ഒരുക്കിയിരുന്നു. അങ്ങനെ പമ്പയെ നശിപ്പിച്ചു തുടങ്ങിയപ്പോൾ ഹിന്ദു അത് റിപ്പോർട്ട് ചെയ്യുകയും അത് നിർത്തിവെക്കുകയും ചെയ്തു. അത്തരം എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്നതിന് മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്ക് പണം കൊടുത്തു എന്നതിന് തെളിവുണ്ട്. മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥനായ ഷാനവാസിനെ പലതവണയാണ് ഈ തട്ടിപ്പിന് വേണ്ടി കർത്ത കൈക്കൂലി കൊടുത്തതെന്ന് വ്യക്തമാവുന്നു. അക്കാലയളവിൽ ആലുവ CIക്ക് കൊടുത്തതിൻ്റെ വിശദാംശങ്ങളുണ്ട്. പേജ് കുര്യൻ എന്ന ഉന്നതനായ IAS ഉദ്യോഗസ്ഥൻ 3 ലക്ഷവും 10 ലക്ഷവും ഒക്കെ വീതം പലതവണ കൈപ്പറ്റിയതിൻ്റെ തെളിവുകളുണ്ട്. ആലുവ മുനിസിപ്പൽ ചെയർമാനായിരുന്ന MO ജോൺ, INTC നേതാവ് ചന്ദ്രശേഖരൻ തുടങ്ങിയ നിരവധി പേർക്കൊപ്പം AGക്ക് പോലും കൊടുത്തിട്ടുണ്ട് 25 ലക്ഷം രൂപ കേസ് അട്ടിമറിക്കാൻ. പ്രകാശ് കാരാട്ട്, K സുരേന്ദ്രൻ, പന്യൻ രവീന്ദ്രൻ തുടങ്ങിയ ചിലരുടെ പേരുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അത് വലിയ അഴിമതിയല്ല, നേരെ മറിച്ച് ചെലവ് കൊടുത്തിരുന്നതാണ്. അതായത് പലരുടെയും ചെലവ് വഹിച്ചിരുന്നത്, പലരും പല സ്ഥലത്തും പോകുമ്പോൾ അവരുടെ ചെലവുകൾ വഹിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. അങ്ങനെയാണ് ഇവരുടെയൊക്കെ പേര് കടന്നുകൂടിയിരിക്കുന്നത്. എന്നാൽ കൃത്യമായി കാശ് എണ്ണി വാങ്ങിയ നിരവധി പേരുണ്ട്. RSSന്റെ ഹിന്ദു ഐക്യവേദിയുടെയും പേരിൽ ആരൊക്കെയോ പണം കൈപ്പറ്റിയിട്ടുണ്ട്. കാനൻ രാജേന്ദ്രൻ 2 ലക്ഷം രൂപ വാങ്ങിയതാണ്, അതും ചെലവാണെന്ന് മനസ്സിലാക്കുന്നത്. കുമ്മനം രാജശേഖരൻ 5000 രൂപ, തീർച്ചയായും അത് ചെലവാകും. വടയാർ സുനിൽ എന്ന മാധ്യമ പ്രവർത്തകൻ 10 ലക്ഷം രൂപ വീതം പലതവണ കൈപ്പറ്റിയതിന്റെ തെളിവുണ്ട്. വടയാർ സുനിലിന് കൊച്ചിയിൽ ആഡംബര വീട് വെച്ചു കൊടുക്കാൻ സഹായിച്ചത് ശശിധരൻ കർത്തയാണെന്ന ആരോപണം നേരത്തെ തന്നെ ഉള്ളതാണ്. അന്തരിച്ച വീരേന്ദ്രകുമാർ പലതവണ പണം 15, 20, 25 ലക്ഷം വീതം കൈപ്പറ്റിയതെ കാണിക്കുന്നു. ഗോപി കോട്ടമറിക്കൽ, AC ജോസ്, TH മുസ്തഫ തുടങ്ങിയ അനേകം പേരുകൾ ഈ ഡയറിയിലുണ്ട്. ഇതിൽ ഏറ്റവും അധികം പണം കൈപ്പറ്റിയിരിക്കുന്നത് പിണറായി വിജയനാണെങ്കിൽ രണ്ടാമത് കൂടുതൽ പണം കൈപ്പറ്റിയിരിക്കുന്നത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. PK കുഞ്ഞാലിക്കുട്ടിക്ക് ഓരോ തവണയും 50 ലക്ഷം രൂപ വീതമാണ് കൊടുത്തിരിക്കുന്നത്. മനോരമ സ്റ്റാഫ് എന്ന പേരിൽ ഒരു 2 ലക്ഷം കാണിക്കുന്നുണ്ടെങ്കിൽ കേരള കൗമുദി എന്ന പേരിൽ തന്നെ പലതവണ 10 ലക്ഷം കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതുകൊണ്ടൊക്കെ തന്നെ ആവാം ഈ ഡയറിയുടെ വിശദാംശങ്ങൾ പുറത്തു വരില്ല എന്ന് പലരും കരുതുന്നതും ഇത് അട്ടിമറിക്കപ്പെടും എന്ന് പലരും വിശ്വസിക്കുന്നതും. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് മറുനാടൻ പുറത്തുവിട്ട ആ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കുക. ഈ ലിസ്റ്റിൽ പലതും നമുക്കറിയാത്തവരാണ്, അതുകൊണ്ട് തന്നെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അറിയാവുന്നവരുടെ പേര് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ആകെയുള്ളത് ചിലപ്പോൾ അദ്ദേഹം ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്, ചിലപ്പോൾ അദ്ദേഹം പാർട്ടി എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പേജ് ഞാൻ വായിക്കാം. 2-4-12, 3-4-12, 4-4-12, 5-4-12, 7-4-12 ഇത്രയും ദിവസത്തെ കണക്കാണ്. കോട്ടയം എക്സ്പെൻസ് എന്ന് എഴുതിയിട്ട് മിസ്റ്റർ പ്രകാശ് K എന്ന് എഴുതിയിരിക്കുന്നു. പ്രകാശ് കാരാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. മിസ്റ്റർ ബീരാവ് ഉണ്ണി, മിസ്റ്റർ കൃഷ്ണൻകുട്ടി എന്നാണ് 2-4-12 എഴുതിയിരിക്കുന്നത്. 10,000, 10,000, 3,000. 4-12 കാനം രാജേന്ദ്രൻ എന്ന് പറഞ്ഞ് 2 ലക്ഷം കാണിക്കുന്നു. മിസ്റ്റർ പ്രകാശ് 17,000 ആണ്. മൂപ്പത്തോടം മുസ്ലിം ജുമാഅത്ത് 20,000 കാണിക്കുന്നു. അടുത്തതാണ് ഷാനവാസ് PCB എന്ന് പറഞ്ഞ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. 4-4-12 പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഷാനവാസിന് 20,000 രൂപ കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ കളത്തിൽ വിജയൻ 2,000 രൂപ. എക്സ്പെൻസ് സുരേന്ദ്രൻ K സുരേന്ദ്രന്റെ ചെലവായി 15,000 രൂപ. പെയ്ഡ് ത്രൂ സജീവൻ BC എന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. PPT എന്ന് പറഞ്ഞ് 2 ലക്ഷം കൊടുത്തു. ഇതൊക്കെ കൃത്യതയില്ല. BC VK 5 ലക്ഷം കൊടുത്തിരിക്കുന്നു. PPT 3 ലക്ഷം. മിസ്റ്റർ പ്രകാശ് K വീണ്ടും കൊടുത്തിരിക്കുന്നു 12,500. RSS എന്ന് പറഞ്ഞ് 5 ലക്ഷം എഴുതിയിരിക്കുന്നു. 9-4-12 ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞ് 50,000 എഴുതിയിരിക്കുന്നു. GMF എന്ന് പറഞ്ഞ് 20 ലക്ഷം എഴുതിയിരിക്കുന്നു. GMF 20 ലക്ഷം എഴുതിയിരിക്കുന്നു. PDP മിസ്റ്റർ നജീബ്, ഒരു നജീബ്, PDPയുടെ നജീബിന് 20,000 രൂപ. ജയപ്രസാദിന് 50,000 രൂപ. ആലുവ പാലസിലേക്ക് 20,000 രൂപ. മിസ്റ്റർ പ്രകാശ് Kക്ക് വീണ്ടും 20,000 രൂപ. ക്രൈം എന്ന് എഴുതിയിരിക്കുന്നു. എന്താണെന്ന് അറിയത്തില്ല, ക്രൈം ആരാണെന്നും അറിയില്ല, അത് 20,000 രൂപ. ക്രൈം നന്ദകുമാറാണോ എന്ന് നമുക്കറിയില്ല, ക്രൈം എന്ന് എഴുതിയിരിക്കുന്നു. മിസ്റ്റർ ശ്രീകുമാർ KPMS, അതായത് പുന്നല ശ്രീകുമാറിന് 2 ലക്ഷം രൂപ. ആലുവ CI 50,000 രൂപ. ശ്രീകുമാർ മുല്ലപ്പള്ളി 15,000 രൂപ. മിസ്റ്റർ മുത്തലാബ് എന്ന് പറയുന്ന ആൾ 1 ലക്ഷം രൂപ. മിസ്റ്റർ രാജശേഖരൻ 5,000 രൂപ BJP എഴുതി വെച്ചിട്ടുണ്ട്. മിസ്സസ് ഉഷ ശശിധരൻ LDF 10,000 രൂപ. മിസ്റ്റർ ബഷീർ അരാബത്ത് 20,000 രൂപ. മിസ്സസ് സരള കോൺഗ്രസ് ആണ് 5,000 രൂപ. സലീം 1 ലക്ഷം രൂപ LDF ആണ്. കോൺഗ്രസ് മിസ്റ്റർ MO ജോൺ 1 ലക്ഷം. ഏറ്റവും കൂടുതൽ ഇവിടെ പേര് കണ്ട ഒരാൾ മിസ്റ്റർ MO ജോൺ ആണ്. MO ജോണിന് എല്ലാ മാസവും കൊടുക്കുന്നുണ്ടായിരുന്നു 1 ലക്ഷം രൂപ. VP ജോർജ്, കോൺഗ്രസിലെ തന്നെ ഒരു VP ജോർജിന് 50,000 രൂപ. ബാബു ജോസഫ് BJP 50,000 രൂപ. ഐഷ BV 10,000 രൂപ. LDFിലെ പെയ്ഡ് ത്രൂ സുനീൽ സാർ വഴി LDFന് ഒരു 5 ലക്ഷം കൊടുത്തു. സൈദു കുഞ്ഞ്, മിസ്റ്റർ സൈദു കുഞ്ഞ് LDF ആണ്, 1 ലക്ഷം രൂപ. LDFിന്റെ തന്നെ
ശിവശങ്കരൻ KN രാജീവ് 20,000 രൂപ, മിസ്റ്റർ ഷർമിള LDF 1,00,000 രൂപ, മിസ്റ്റർ JK മോഹനൻ LDF 1,00,000 രൂപ, ലിസി ജോർജ് UDF 50,000 രൂപ, KE പ്രഭാകരൻ CPI 10,000 രൂപ, മിസ്സിസ് അജിത കുമാരി LDF 5,000 രൂപ. എന്നിട്ട് ആ മാസത്തെ കണക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നു. 1 BR പ്ലസ് സുനിൽ വടയാർ എന്നെതിരെ 10 ലക്ഷം എഴുതിയിട്ടുണ്ട്. സുനിലിനും വേറെ ആർക്കോ കൂടി 10 ലക്ഷം കൊടുത്തിരിക്കുന്നു. ഉണ്ണി തിരുമേനി 5 ലക്ഷം രൂപ, ഗോപാലകൃഷ്ണൻ കാര്യാലയം 1 ലക്ഷം രൂപ, P രാജു 50,000 രൂപ, ചന്ദ്രശേഖരൻ INTC ചന്ദ്രശേഖരൻ 5 ലക്ഷം രൂപ, TP ഹസൻ 2 ലക്ഷം രൂപ, മനോരമ സ്റ്റാഫ് 1 ലക്ഷം രൂപ. എന്നിട്ട് ആ മാസത്തെ കണക്ക് എഴുതി വെച്ചിരിക്കുന്നു 1,48,80,800 ഒരു മാസത്തെ കണക്കാണ്. മറ്റൊരു മാസത്തെ കണക്ക് ഇങ്ങനെ കുറിച്ച് വെച്ചിരിക്കുന്നു. UDF 15,27,500 രൂപ, LDF 14,90,000 രൂപ, BJP 1,21,500 രൂപ, IUML 20,000 രൂപ, SDPI 25,000 രൂപ, PDP 15,000 രൂപ. പിന്നെ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, എന്തായാലും അത് 2,90,000 രൂപ. ഇനി മറ്റൊരു മാസത്തിലേക്ക് പോവുക. MD രാജേന്ദ്രൻ 5 ലക്ഷം രൂപ, വീരേന്ദ്രകുമാർ 15 ലക്ഷം രൂപ. രണ്ടാമത്തെ ആളുടെ പേര് എനിക്ക് വായിക്കാൻ പറ്റിയില്ല, മഞ്ജുഷ, മാനേജിംഗ് ഡയറക്ടർ. MD റീഫണ്ട് എന്തൊരു സാധനം 9 ലക്ഷം രൂപ. ഗോപി കോട്ടമറിക്കൽ 2 ലക്ഷം. CPM നേതാവാണ് ഗോപി കോട്ടമറിക്കൽ, നമുക്കറിയാം, കേരള ബാങ്കിന്റെ ചെയർമാൻ ആയിരുന്നു. കേരള കൗമുദിക്ക് 10 ലക്ഷം രൂപ. കേരള കൗമുദിക്കാണ് ഏറ്റവും കൂടുതൽ മാധ്യമ സ്ഥാപനത്തിന് കാശ് കൊടുത്തിരിക്കുന്നത്. പലതവണ കേരള കൗമുദിന്റെ പേരുണ്ട്. V സലീം 1 ലക്ഷം രൂപ. PHK എന്ന് വെച്ചാൽ PH കുര്യനാണ്. കൃത്യമായി പിന്നീട് PH കുര്യന്റെ പേര് പറയുന്നുണ്ട്. PH കുര്യൻ മുതിർന്ന ഓഫീസറായിരുന്നു, അദ്ദേഹത്തിന് ചില ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് സെക്രട്ടറി ആയിരുന്നു. PH കുര്യൻ 3 ലക്ഷം രൂപ. PH കുര്യന് പലതവണ പണം കൊടുത്ത് എഴുതി വെക്കുന്നുണ്ട്. ചന്ദ്രമോഹൻ XMLA 3 ലക്ഷം രൂപ. അടുത്തതും GMF എന്ന് പറഞ്ഞ ഒരു സാധനം 10 ലക്ഷം രൂപ. അനുപം ദാസ് എന്നോ മറ്റോ 5 ലക്ഷം രൂപ. TVM സപ്ലൈ എന്തോ ഒരു സാധനമുണ്ട് 8,20,000 രൂപ. ഓണ എക്സ്പെൻസ് 15 ലക്ഷം രൂപ. അനിൽകുമാർ 1 ലക്ഷം രൂപ. AC ജോസ് കോൺഗ്രസ് നേതാവാണ് 3 ലക്ഷം രൂപ. കേരള കൗമുദി വീണ്ടും 10 ലക്ഷം രൂപ. ഏറ്റവും കൂടുതൽ കേരള കൗമുദിയാണ് കാശ് കൊണ്ടുപോയിരിക്കുന്നത്. വീരേന്ദ്രകുമാർ 30 ലക്ഷം രൂപ. പിന്നീട് വീരേന്ദ്രകുമാർ 30 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നു. ഷാഹിദ് മട്ടാഞ്ചേരി എങ്ങാണ്ട് 1 ലക്ഷം രൂപ. പന്യൻ രവീന്ദ്രൻ 10 ലക്ഷം രൂപ. പക്ഷേ പാർട്ടിക്ക് വേണ്ടി പിരിച്ചായിരിക്കും. എന്തായാലും പന്യൻ രവീന്ദ്രൻ സ്വന്തം കിശയിലേക്ക് കാശ് മേടിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അദ്ദേഹം ഒരു സത്യസന്ധന മനുഷ്യന്. പക്ഷേ പാർട്ടിക്ക് വേണ്ടി മേടിച്ചതാവാം, ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പന്യൻ ഇനി അഥവാ തെരഞ്ഞെടുപ്പ് ഫണ്ടാണെന്ന് അറിയില്ല. പന്യൻ രവീന്ദ്രൻ 10 ലക്ഷം രൂപ. വീണ്ടും വായിക്കാത്ത ഒരു AJ സംഭവം 5 ലക്ഷം രൂപ. PV 50 ലക്ഷം രൂപ. പിണറായി വിജയൻ തന്നെയാണ് 50 ലക്ഷം രൂപ കൈപ്പറ്റിയ PV. കുഞ്ഞാലിക്കുട്ടിയുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്ക് 50 ലക്ഷം ആദ്യം കൊടുത്തിരിക്കുന്നു. വെള്ളാപ്പള്ളിക്ക് 5 ലക്ഷം കൊടുത്തിരിക്കുന്നു. PH കുര്യന് 10 ലക്ഷം. ഓർക്കണം, സർക്കാർ ഉദ്യോഗസ്ഥനാണ്, IAS കാരനാണ്. PH കുര്യന് 10 ലക്ഷം ഇക്കുറിയും കൊടുത്തിട്ടുണ്ട്. S ശർമ്മ CPI നേതാവിന് 1 ലക്ഷം കൊടുത്തിരിക്കുന്നു. വളരെ ബുദ്ധിമുട്ടാണ് വായിക്കാൻ. കുഞ്ഞാലിക്കുട്ടിക്ക് വീണ്ടും 50 ലക്ഷം, രണ്ടാം തവണ വീണ്ടും കൊടുത്തിട്ടുണ്ട്. അതിനേക്കാൾ ഞെട്ടിക്കുന്ന AG അക്കൗണ്ട് ജനറൽക്ക് 25 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെയാണ് OC എന്ന പേര് കാണുന്നത്. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞിട്ടില്ല, ഉമ്മൻചാണ്ടിയാണെന്ന് കരുതപ്പെടുന്നു. 50 ലക്ഷം കൊടുത്തിട്ടുണ്ട്. VJ പൗലോസിന് 2 ലക്ഷം കൊടുത്തിട്ടുണ്ട്. ഒരു ശ്രീകുമാറിന് 30,000. മിസ്റ്റർ പ്രകാശിന് 1 ലക്ഷം. CPIM MD 25 ലക്ഷം. CPIM MD നേരിട്ട് കൊടുത്തിരിക്കുന്നത് 25 ലക്ഷം. ആലുവ MLA അൻവർ സാദത്തിന് 2 ലക്ഷം. MD റീഫണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും 15 ലക്ഷം. MDക്ക് ആരെങ്കിലും തിരിച്ചു കൊടുത്തായിരിക്കാം. കുഞ്ഞാലിക്കുട്ടിക്ക് വീണ്ടും 50 ലക്ഷം. വെള്ളാപ്പള്ളിക്ക് 5 ലക്ഷം. G സുധാകരന് 1 ലക്ഷം. അൻവർ സാദിഖിന് 2 ലക്ഷം. ജോണി നെല്ലൂരിന് 1 ലക്ഷം. KR ഗണേഷിന് 2 ലക്ഷം. ഷിബു ബേബി ജോണിന് 5 ലക്ഷം. പിണറായി വിജയൻ എന്ന പേരിൽ തന്നെ എഴുതിയിരിക്കുന്നു 15 ലക്ഷം 10 ലക്ഷം 2 തവണ കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയന് 15 ലക്ഷം കൊടുത്തു, 10 ലക്ഷം കൊടുത്തു. അതിൽ പിണറായി എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. VS അഡവി എന്ന് പറയുന്നൊരു സാധനമുണ്ട് 10 ലക്ഷം. അത് ആരാന്നറിയില്ല. S ശർമ്മയ്ക്ക് 5 ലക്ഷം. എളമരത്തിന് 5 ലക്ഷം. പന്യന് 2 ലക്ഷം. CK ചന്ദ്രപ്പന് 10 ലക്ഷം. K ചന്ദ്രൻപിള്ളയ്ക്ക് 3 ലക്ഷം. സലീമിന് 1 ലക്ഷം. ബോബി കോട്ടമറി 5 ലക്ഷം. ഗോവിന്ദൻ മാസ്റ്റർക്ക് 5 ലക്ഷം. P രാജീവിന് 5 ലക്ഷം.